ഹായ് ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് പുതിയൊരു ട്യൂട്ടോറിയലായിട്ട്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കോറൽ ഡ്രോ യൂസ് ചെയ്യുന്നത് പോലെ എനിക്ക് വളരെ ഇഷ്ടമുള്ളതാണ് ഫോട്ടോഷോപ്പും. കാരണം ഇത് രണ്ടും ഡിസൈനിങ്ങിന് വളരെ ഉപകാരപ്പെട്ട സോഫ്റ്റ്വെയറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഫോട്ടോഷോപ്പിൻ്റെ കുറിച്ചുള്ള ചെറിയ ട്യൂട്ടോറിയലാണ്. ഇത് മിക്കവർക്കും അറിയായിരിക്കും, പക്ഷേ അറിയാത്തവർക്ക് ഇതൊരു പുതിയ അറിവ് തന്നെയാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫോട്ടോഷോപ്പിലെ ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യുമ്പോൾ പലർക്കും ഈ ഹെയറിൻ്റെ പോർഷൻ വരുമ്പോൾ അത് കട്ട് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ, അതിപ്പോൾ ഒരു പാറിക്കിടക്കുന്ന ഒരു മുടിയാണെങ്കിൽ അതെങ്ങനെ നമുക്ക് ആ റിയാലിറ്റി ഇട്ടിട്ട് എങ്ങനെ അത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം എന്നുള്ള ഒരു കാര്യം ചിലർക്ക് വ്യക്തമല്ല. ഇപ്പോഴും അത് വ്യക്തമല്ല. ഞാൻ കണ്ടിട്ടുണ്ട് ചില വർക്കുകൾ നമ്മൾ പ്രിൻ്റടിക്കാൻ വരുമ്പോൾ ചില വർക്കുകൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. അതായത് ശരിക്കും ഒരു കറക്റ്റായിട്ട് ആർട്ടിഫിഷ്യലായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫീലിംഗ് നമുക്കതിൽ കാണാറുണ്ട്. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, കാണുക. നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ കുഴപ്പമില്ല, അറിയാത്തവർക്ക് പുതിയ അറിയായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നോക്കാം ഫോട്ടോഷോപ്പിൽ എങ്ങനെയാണ് ഒരു പെർഫെക്റ്റായിട്ട് ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യണം, അതായത് ഹെയർ ഉൾപ്പെടെ. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഫോട്ടോഷോപ്പ് എടുത്തു. നമുക്കൊരു ഫോട്ടോ ഓപ്പൺ ചെയ്യാം. ഞാൻ ഈ ഫോട്ടോ ഓപ്പൺ ചെയ്തു. ഇനി ഇതിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യണം. ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പിക്ചറിനെ ഒന്നെങ്കിൽ പുതിയൊരു പേജിലേക്ക് എടുക്കാം. ഒരു 6:4 ഒരു പുതിയ പേജ് എടുത്തു. എന്നിട്ട് അതിലേക്ക് പേസ്റ്റ് ചെയ്തു. ഞാൻ അതിനെ കറക്റ്റ് ഈക്വലായിട്ട് വെച്ചു. ഇനി നമുക്കിതിനെ പെൻ ടൂൾ വെച്ചിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിതിനു വേണ്ടി പെൻ ടൂൾ എടുക്കുന്നതാണ്. ഒന്നെങ്കിൽ പി നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഇവിടെ അതിൻ്റെ പെൻ ടൂളിൻ്റെ ഇതുണ്ട്, ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പെൻ ടൂൾ വെച്ച് ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ നിന്ന് ഷോൾഡറിൽ നിന്ന് എടുത്തു. ഷോൾഡറിൽ നിന്ന് എടുത്തിട്ട് മുടി കട്ട് ചെയ്ത് കളയാണ്ട് അതിൻ്റെ പുറത്തുകൂടി പെൻ ടൂൾ ചെയ്തു. നമ്മൾ മുടി കട്ട് ചെയ്ത് കളയാണ്ട്, മുടിയുടെ പറ്റക്ക് കട്ട് ചെയ്യാണ്ട് നമ്മളതിൻ്റെ പുറമേ ആ ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ട് ആണ് സെലക്ട് ചെയ്യുന്നത്. ഞാൻ ഇട്ടിരിക്കുന്ന ഒരു റിങ് ഉണ്ട് ഇവിടെ ചെവിയിലിട്ടിരിക്കുന്നത്, അതിനെ പറ്റക്ക് കട്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ ഒരു മുടിയുണ്ട്, അപ്പോൾ ആ മുടി അവോയ്ഡ് ചെയ്യാണ്ട് ഞാനത് ബാക്ക്ഗ്രൗണ്ട് എക്സ്ട്രാ ഇട്ടിട്ട് കട്ട് ചെയ്തു. ഇനിയിപ്പോൾ ഷോൾഡറിലേക്ക് നേരെ പറ്റക്ക് വെച്ച് കട്ട് ചെയ്തു. എന്നിട്ട് ഇതിനെ ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ പെൻ ടൂൾ വെച്ച് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാക്കി. ഇനി ഇതിനെ നമുക്ക് സെലക്ഷൻ അടിക്കണം. അത് നിങ്ങൾക്കറിയാം, ഒന്നെങ്കിൽ കൺട്രോൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ സെലക്ഷൻ വരും, അല്ലെങ്കിൽ ഇവിടെ മേക്ക് സെലക്ഷൻ കൊടുത്താലും മതി. മേക്ക് സെലക്ഷൻ കൊടുക്കുമ്പോൾ ഇവിടെ ഇതിൻ്റെ റെൻഡറിങ് ചോദിക്കുന്നുണ്ട്, ഫെദർ, അതായത് എത്ര ഫെദർ കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ അത് ഞാൻ 6:4 എടുത്തിരിക്കുന്നു, ഏകദേശം ഒരു 2 കൊടുത്താൽ മതിയാവും. കൊടുത്തു, സെലക്റ്റായി. ഇനി ഇതിനെ ഡിലീറ്റ് ചെയ്തു. ഇതുപോലെ ഡിലീറ്റ് ബട്ടൺ കൊടുത്തു. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് പോയിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ആ ഹെയറിന് ചുറ്റുമുള്ള ബാക്ക്ഗ്രൗണ്ട് മാത്രമേ ഇപ്പം നിലവിലുള്ളൂ. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാറിക്കിടക്കുന്ന മുടി നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. അതായത് ബാക്ക്ഗ്രൗണ്ട് പോകുമ്പോൾ ആ പാറിക്കിടക്കുന്ന മുടി കട്ട് ചെയ്യാണ്ട് പോകാണ്ട് കിട്ടാൻ വേണ്ടിയാണ് ആ ഒരു എക്സ്ട്രാ ബാക്ക്ഗ്രൗണ്ട് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇതിന് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുക. ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുക. അതിനൊക്കെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് കൊടുത്താൽ മതിയാവും, അല്ലെങ്കിൽ ഇവിടെ ഇതിൻ്റെ അകത്ത് തന്നെ ഓപ്ഷൻ ഉണ്ട് പുതിയ ലെയർ കൊടുക്കുക. അതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുത്തു. എന്നിട്ട് ആ ലെയറിൻ്റെ ഇവിടത്തെ ആ വിസിബിലിറ്റി ഓഫ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ താഴെയുള്ള ലെയർ എടുത്തു. അതിൻ്റെ തന്നെ താഴെയുള്ള ലെയർ എടുത്തിട്ട് ഇവിടെ മുകളിൽ ഈ നോർമൽ എന്ന് കിടക്കുന്ന ഓപ്ഷനിൽ, ലെയറിൻ്റെ മുകളിൽ ഈ നോർമൽ എന്ന് കിടക്കുന്ന ഓപ്ഷനിൽ, ഇതൊരു എഫക്ട്സ് ആണ് കുറേ.
അതിൽ ഞാൻ മൾട്ടിപ്ലൈ കൊടുത്തു. കൊടുത്തിട്ട് എന്നിട്ട് ഈ രണ്ടാമത്തെ ലെയറിനെ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാം. അത് നിങ്ങൾക്കറിയാം, കീബോർഡിൽ ഷിഫ്റ്റ് കൺട്രോൾ യു നീക്കി കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവും. അല്ലെങ്കിൽ ഇവിടെ ഇമേജിൽ മോഡിൽ പോയിട്ട് ഗ്രേ സ്കെയിൽ കൊടുക്കുക, അങ്ങനെ ചെയ്യാം. നമുക്ക് എന്തായാലും ഞാനിപ്പോൾ ഷോർട്ട് കീ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഷിഫ്റ്റ് കൺട്രോൾ യു അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ളതാണ്. ഇനി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ഫസ്റ്റ് ലെയർ ഓപ്പൺ ചെയ്തു. എന്നിട്ട് ആദ്യത്തെ ലെയറിൽ തന്നെ സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ആ എക്സ്ട്രാ ഇട്ടിരുന്ന ബാക്ക്ഗ്രൗണ്ട് ഏതാണോ അത് നമ്മൾ കട്ട് ചെയ്ത് കളയാൻ പോകണം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തു. അതിന് മുമ്പ് ഇവിടെ ടിക്ക് ഓഫ് ചെയ്തു. ഈ ലെയർ സെക്കൻഡ് ലെയർ ടിക്ക് ഓഫ് ചെയ്തു. എന്നിട്ട് ഞാനിത് ബാക്ക്ഗ്രൗണ്ട് ആ ഹെയർ ഉൾപ്പെടെ പാറിക്കിടക്കുന്ന ഹെയർ ഉൾപ്പെടെ കട്ട് ചെയ്യാനാണ്. റിങ്ങിന് പറ്റേ എടുത്തു സെലക്ഷൻ. ഇവിടെ ഇയറിൻ്റെ സൈഡ് വന്നിട്ട് അതും പറ്റെടുത്തു കട്ട് ചെയ്തു. ഇപ്പോൾ ഹെയറിൻ്റെ അവിടെയും അതേമാതിരി തന്നെ ഞാൻ ഇച്ചിരി അങ്ങോട്ട് ഉള്ളിലേക്ക് കയറ്റി കട്ട് ചെയ്തു, സെലക്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ ഈ സൈഡും അതേമാതിരി തന്നെ എടുത്തു, പറ്റെടുത്തു. എന്നിട്ട് ഇപ്പോൾ ഇവിടം വരെയാണ് നമ്മൾ റിങ്ങിൻ്റെ ഇവിടം വരെ ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് അതിനെ വട്ടം സെലക്ട് ചെയ്തു. എന്നിട്ട് ഫെദർ കൊടുത്ത് ഓക്കെ കൊടുത്തു. അപ്പോൾ സെലക്ഷനായി. ഇനി അതിന് ആ ലെയറിനെ നമ്മൾ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ മുടി എങ്ങനെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ ആ പറ്റ കട്ട് ചെയ്തിരിക്കുന്നത്, പാറിക്കിടക്കുന്ന മുടി ആ ഒറിജിനൽ ലെയറിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇവിടെ ലെയറിൽ പോവാം. ലെയറിൽ പോകുമ്പോൾ എന്നിട്ട് ആ ടിക്ക് ഓഫ് ചെയ്തിരിക്കുന്ന സെക്കൻഡ് ലെയർ അത് നമുക്ക് പ്രിവ്യൂ കൊടുക്കാം, വിസിബിലിറ്റി കൊടുക്കുക തന്നെ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ആ ലെയർ നമ്മുടെ സെക്കൻഡ് ലെയർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയിരിക്കുകയായിരുന്നു. അത് ഇങ്ങനെ സെലക്റ്റായി കിടക്കുന്നതാണ്, അതായത് ഇങ്ങനെ ബ്ലാക്ക് കളറിൽ കിടക്കുന്നതാണ്. ഇനി ചെയ്യേണ്ട ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സെക്കൻഡ് ലെയറിലാണ് അതിൻ്റെ സെലക്ഷൻ കിടക്കുന്നത്. ഇനി കർവ് എടുക്കുക. കർവ് എടുത്തിട്ട് അതിൽ ഈ അറ്റത്തെ പിക് ടൂള് വൈറ്റ് പോയിൻറ്റ് പിക് ടൂളാണ്. സാമ്പിൾ ഇമേജ് ടു സെറ്റ് വൈറ്റ് പോയിൻറ്റ് പിക്. അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് ഇത് വൈറ്റ് പോയിൻറ്റ് പിക് ടൂളാണ്. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തിട്ട് ഈ സെക്കൻഡ് ലെയറിൻ്റെ ഇവിടെ വന്നിരിക്കുന്ന ആ ഗ്രേ ബാക്ക്ഗ്രൗണ്ടിൽ പിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അത്രയും കളറ് മാത്രം പോയിരിക്കുന്നത്. പിന്നെ ആ ഹെയർ അവിടെ പാറി കിടക്കുന്ന ഹെയറുകൾ അവിടെ നിൽക്കുന്നതും കാണാം. ഓക്കെ കൊടുക്കുക. എന്നിട്ട് ഇനിയിപ്പോൾ നമുക്ക് താഴത്തേക്കുള്ള ആ കളറുകൾ, അതായത് ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒറിജിനൽ ഇമേജിലുള്ള ആ ബാക്ക്ഗ്രൗണ്ട് കളയാം. ഇപ്പോൾ റിങ്ങിൻ്റെ അകത്തുള്ള ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ കളയണത്. കാണാൻ പറ്റും അതിൻ്റെ അകത്ത് മുടി ഇങ്ങനെ പാറിക്കിടക്കുന്നത് കാണാൻ പറ്റും. അത് ഞാൻ പറ്റേ പിടിച്ച് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തു, ഫെദർ കൊടുത്തു 2. എന്നിട്ട് ഈ മുകളിലത്തെ ബാക്ക്ഗ്രൗണ്ടിനെ സെലക്ട് ചെയ്തു, എന്നിട്ട് ഡിലീറ്റ് കൊടുത്തു. ഇപ്പോൾ ആ പോർഷൻ ക്ലിയറായി. ഇനി ഇപ്പുറത്തെ ഭാഗം നോക്കാം. ഇപ്പുറത്തെ ഭാഗത്ത് ഞാൻ അതേപോലെ തന്നെ റിങ്ങിൻ്റെ ഉള്ളിൽ സെലക്ട് ചെയ്യാനാണ്. സെലക്ട് ചെയ്തു, ഹെയറിൻ്റെ അങ്ങോട്ട് ഇച്ചിരി ഉള്ളിലേക്ക് കയറ്റി കട്ട് ചെയ്ത് പിടിച്ച് സെലക്ട് ചെയ്തു. സെലക്ഷൻ കൊടുത്തു, ഫെദർ കൊടുത്തു 2, ഡിലീറ്റ് ചെയ്തു. അപ്പോൾ കാണാൻ പറ്റും നിങ്ങൾക്ക് ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, അതായത് അതിൻ്റെ ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് അതിൽ നിന്ന് പോയിരിക്കുന്നത് അതിൻ്റെ പുറകെയുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ആ ഹെയർ പോകാണ്ട് തന്നെ കിട്ടിയിരിക്കുന്നത് കാണാം. ഇപ്പോൾ ഇത് പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടാണ്, നമുക്കിതിൻ്റെ കളർ മാറ്റി നോക്കാം എങ്ങനെയായിരിക്കും അത് കാണുന്നത്. ഞാനൊരു ബ്ലൂ കളർ കൊടുക്കുകയാണ്. കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഹെയർ വളരെ മനോഹരമായിട്ട് തന്നെ വന്നിരിക്കുന്നത്. ആ പാറിക്കിടക്കുന്ന മുടി കറക്റ്റായിട്ട് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും.
ഇപ്പോൾ ഞാൻ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്, പുതിയ മുഴുവൻ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ പോയിട്ടില്ല. നമുക്കതൊന്ന് കളയാം. നമ്മളത് പെൻ ടൂൾ വെച്ച് സെലക്ട് ചെയ്തു. സെലക്ഷൻ ചെയ്തു, ഫെദർ കൊടുത്തു, മുകളിലത്തെ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തു. അത് അങ്ങനെ ആ ബാക്ക്ഗ്രൗണ്ടും കളഞ്ഞു. ഇപ്പോൾ ഇത് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഏത് കളർ കൊടുക്കണമെങ്കിലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ ആ ഹെയർ മെർജായി കിടക്കുന്നത്, അതായത് പാറിക്കിടക്കുന്ന ഹെയർ മെർജായി കിടക്കുന്നത് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇപ്പോൾ ഇത് പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടാണ്. നമുക്കൊരു ബാക്ക്ഗ്രൗണ്ടായിട്ട് തന്നെ ഒരു കൊടുക്കാം, ഒരു ഇമേജ് തന്നെ കൊടുക്കാം ബാക്ക്ഗ്രൗണ്ടിൽ. അതായതെങ്കിലും ഇപ്പോൾ ഇത് തന്നെ നോക്കാം. ഇത് നോക്കപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇട്ട് നോക്കാം. ഇപ്പോൾ ഒരു വെറുതെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്, അതിന് സൂട്ടാണ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾക്ക് പിക്ചറിന് എപ്പോഴും ഭംഗി. ഇപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഞാൻ വെറുതെ ഒന്ന് യൂസ് ചെയ്യാനാണ്, അതിൻ്റെ ഹെയർ എങ്ങനെയായിരിക്കും കിടക്കുന്നതെന്നുള്ളത് അറിയാനായിട്ട്. ഇപ്പോൾ ഞാനത് ഏറ്റവും ബാക്കിലെ ബാക്ക്ഗ്രൗണ്ടിലിട്ടു, അതായത് ഏറ്റവും ബാക്കിലേക്ക് ഇട്ടു. എന്നിട്ട് ഞാനതിനെ ഒന്ന് ഈക്വലൈസ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ അത് നമുക്ക് കാണുന്നത് ഉണ്ടോ, ഈ ഒരു പോർഷൻ ബാക്കിൽ ആ ലെയർ ഡാർക്കായിട്ടും ഇത് അതിനോട് വ്യത്യാസമായിട്ട് നിൽക്കുന്നത് പോലെ തോന്നി, കളറുകൾ തമ്മിൽ. അപ്പോൾ ഞാനതിന് ഇച്ചിരി സെലക്റ്റീവ് കളർ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ബ്ലാക്ക് എടുത്ത് കുറച്ച് ബ്ലാക്ക് കൂട്ടി കൊടുത്തു. എന്നിട്ട് ഇവിടെ ഈ സൈഡിൽ സെലക്ട് ചെയ്തു. എന്നിട്ട് അതിനൊരു 20 ഫെദർ കൊടുത്തു, 25 ഫെദർ കൊടുത്തു. അതായത് ആ ഏരിയ അത്രയും സെലക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അത്ര ഫെദർ കൊടുത്തത്. എന്നിട്ട് അത് എൻ്റർ അടിച്ചു. അപ്പോൾ ഫസ്റ്റ് ലെയറിലാണ് നമ്മൾ ഈ ഡാർക്ക് ആക്കാൻ പോകുന്നത്. കർവ് എടുത്തു, ഡാർക്ക് കൊടുത്തു. ഇനി അതേമാതിരി തന്നെ അതിൻ്റെ സെക്കൻഡ് ലെയർ, ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയ ഈ ലെയറിൽ, നമ്മൾ ആ എഫക്റ്റ് കൊടുത്ത ലെയറിൽ സെലക്ട് ചെയ്തു, കർവ് എടുത്തു, കുറച്ച് ഡാർക്ക് കൊടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഏകദേശം മറ്റേ ഒറിജിനൽ പിക്ചറും നമ്മൾ ആ ഡ്യൂപ്ലിക്കേറ്റ് പിക്ചറും തമ്മിൽ, അതായത് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയ പിക്ചറും തമ്മിൽ ഈക്വലൈ ആയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് ഇനി വേണേൽ വേറെ ബാക്ക്ഗ്രൗണ്ട് ഏതെങ്കിലും കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം. അപ്പോൾ അതിനോട് പിക്ചർ മെർജാവുന്നതാണ്. അത് നമുക്ക് ഇതിട്ട് നോക്കാം. എന്നിട്ട് ഇവിടെ മുകളിൽ വന്നിരിക്കുന്നത് ഞാനതിനെ ലെയറിനെ താഴത്തേക്ക് എടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഉണ്ടോ, ആ ബാക്ക്ഗ്രൗണ്ടായിട്ട്, അതായത് ഏത് ബാക്ക്ഗ്രൗണ്ട് ഇടണമെങ്കിലും ആ ബാക്ക്ഗ്രൗണ്ടിൽ ആ മുടിയുടെ പാറിക്കിടക്കുന്ന മുടി നല്ല കറക്റ്റായിട്ട് വന്നിരിക്കുന്നത് കാണാം. അപ്പോൾ ഇതാണൊരു നമ്മുടെ ഒരു നല്ലപോലെ പെർഫെക്റ്റായിട്ട് ഒരു മുടി എങ്ങനെ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുമെന്നുള്ള ഒരു ഉദാഹരണം. ഇത് പല രീതിയുണ്ട്. അപ്പോൾ അത് പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഈ ഒരു മെത്തേഡാണ്. പക്ഷേ ഏകദേശം എല്ലാം ഒരേമാതിരിയുള്ള ഒരു മെത്തേഡുകൾ തന്നെയാണ്. എഫക്ട്സ് എല്ലാം ഒരേമാതിരികൾ തന്നെയാണ്. അപ്പോൾ അടുത്ത മെത്തേഡ് ഞാൻ ഇനിയുള്ള വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ആ ഹെയർ കട്ട് ചെയ്യുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അറിയാത്തവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെ ചെയ്യണം. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. ഇതിൽ ഉപയോഗിക്കാനായിട്ട് കുറേ ഫിൽറ്ററുകളും കാര്യങ്ങളും ഉണ്ട്. കാര്യം അത് വളരെ എളുപ്പത്തിൽ ഫാസ്റ്റിൽ നമുക്ക് അത് ചെയ്ത് തീർക്കാൻ പറ്റും. പക്ഷേ നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളിൽ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ആ കമ്പ്യൂട്ടറിൽ ചിലപ്പോൾ ഈ ഫിൽറ്ററുകളൊന്നും ഉണ്ടാവില്ല. ഒരു പക്ഷേ ചിലപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ ഇൻ്റർവ്യൂ നടക്കുന്ന സമയങ്ങളിൽ ചിലപ്പോൾ അത് മാറ്റിയിട്ടേക്കാം. കാര്യം അത് അവർ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോട്ടോഷോപ്പിൽ എന്തോരം സ്കില്ലുണ്ട് എന്നുള്ള ഒരു ഇതാണ് നോക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ 2-3 സ്ഥലങ്ങളിൽ ഇങ്ങനെ ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞപ്പോൾ അങ്ങനെ എനിക്ക് പറ്റിയിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അവർ നമ്മളൊരു ഇമേജ് ഇട്ട് എന്നിട്ട് ഇമേജ് യൂസ് ചെയ്തിട്ട് ഒരു ഡിസൈൻ ചെയ്യാൻ പറയും. അപ്പോൾ ഇങ്ങനെ ഇൻ്റർവ്യൂവിന് പോയി കഴിയുമ്പോൾ ഈ ഒരു മെത്തേഡ് നമ്മൾ അറിയാൻ പാടില്ലെങ്കിൽ, ഇപ്പോൾ അവർ പറഞ്ഞ പോലെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ട് ആ ഇമേജ് ഈ ബാക്ക്ഗ്രൗണ്ടിലിട്ട് കട്ട് ചെയ്യണം, എന്നിട്ട് അത് വെച്ച് ഡിസൈൻ ചെയ്യാൻ പറയുമ്പോൾ പലർക്കും അത് ചിലപ്പോൾ അറിയാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടി വരും. നമ്മൾ വാക്കത്തേക്ക് പറ്റി അവരെ കട്ട് ചെയ്ത് വെക്കും. പക്ഷെ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇത്. നമുക്ക് അതിൻ്റെ ഫിൽറ്ററുകൾ ഉണ്ടെങ്കിൽ തന്നെയും ഇത് നമ്മളൊന്ന് ബേസിക്കലി അറിഞ്ഞിരിക്കുന്നത് നല്ല കാര്യമാണ്. കാരണം എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ വാല് മുറിയരുത്, ആ ഒരു ഇതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു.
ഇതേമാതിരിയുള്ള ഫോട്ടോഷോപ്പിൽ വേറെ ട്യൂട്ടോറിയലായിട്ട് ഞാൻ വരികയാണ്. പിന്നെ ഇതിൻ്റെ കുറേ ഭാഗങ്ങളുണ്ട്, അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ ട്രിക്സ് ഉണ്ട്. അതെല്ലാം കൊണ്ടിട്ട് നമുക്ക് ഇതൊരു ബേസിക് ആയുള്ളൊരു നോളജാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. അതേമാതിരിയുള്ള ഫോട്ടോഷോപ്പും കോറൽ ഡ്രോയിങ് ട്യൂട്ടോറിയലുകളും ഡിസൈനിനെ സംബന്ധിച്ചുള്ള കുറേ ട്യൂട്ടോറിയൽ ട്രിക്കുകളായിട്ട് ഞാൻ വീണ്ടും വരികയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.